കേരളത്തിൽ യാത്രയ്ക്കും ഉപജീവനത്തിനും മുച്ചക്രത്തെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കുറയുന്നതായി വിപണിയിൽ നിന്ന് കണക്കുകൾ. ഇലക്ട്രിക് ഓട്ടോറിക്ഷ വന്നിട്ടും 2024 വിൽപ്പന 11.5% ഇടിഞ്ഞത്. കാറും ബൈക്കും സ്കൂട്ടറും വിപണി പിടിക്കുമ്പോൾ AI ഓട്ടോ വിളിക്കാരുടെ എണ്ണത്തിലും കുറവ്. 10 മിനിറ്റിൽ സവോളയും ഉരുളനുമൊക്കെ വീട്ടിലെത്തിക്കാൻ ഓൺലൈൻ ഗ്രോസറിക്കാരുടെ മത്സരം മുറുകിയതിനിടയിൽ ഡൽഹിയിൽ നിന്ന് വേറിട്ടൊരു മാതൃക. വിളിച്ചാൽ 10 മിനിറ്റിനകം ആംബുലൻസ് എത്തും. സൊമാറ്റോയുടെ കീഴിലുള്ള ബ്ലിങ്കിറ്റിൻ്റെതാണ് പുതുതന്ത്രം. ലോകത്തെ ലോക്ക്ഡൌണിലേക്ക് തള്ളിയ കോവിഡ് വ്യാപനത്തിൽ പ്രതിയായ ചൈന വീണ്ടും പേടിപ്പിക്കുകയാണോ? ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അഥവാ HMPV വൈറസ് ബാധയും ന്യൂമോണിയയും വർദ്ധിച്ച് അവിടെ ആശുപത്രികൾ നിറയുന്നതായി റിപ്പോർട്ട്. ഏതായാലും ഭയം വേണ്ട, ഇപ്പോൾ ജാഗ്രത മതി. ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ വായ്പ നൽകി സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാർ സ്ഥാപനമായ കേരള ധനകാര്യ കോർപ്പറേഷൻ പൊട്ടിപ്പൊളിഞ്ഞ അനിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപം നടത്താമോ? പലവിധ വിശദീകരണങ്ങൾ വരുന്നതിനിടയിൽ നിക്ഷേപ തീരുമാനം ശരിയായിരുന്നുവെന്ന് സമർത്ഥിക്കാൻ കഴിയാതെ LDF സർക്കാർ ആയുധമാക്കി പ്രതിപക്ഷം. 20 കോച്ചിന്റെ വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിന്. തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിലോടുന്ന 16 കോച്ചിന് പകരമാണ് പുതിയ 20 കോച്ച്. നിലവിൽ സീറ്റ് 1016, കൂടുതലായി കിട്ടുന്ന സീറ്റ് 312. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.